വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അഡ്രിയാൻ ലൂണ ഇത്തവണ ഫ്ലോപ്പ് അല്ലയോ എന്ന് പറയുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരു കൂട്ട ഒഴിപ്പിക്കലിനൊക്കെ സാധ്യതയുണ്ട്. അതിനെ തുടർന്നിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് റൂമേഴ്സും കാര്യങ്ങളും ആയതുകൊണ്ട് ചെറിയൊരു വെയിറ്റ് ഇട്ടത് ആണ് എന്നുള്ളൂ. എന്തായാലും ആരാധകരുടെ ചോദ്യം ഇതാണ്, അഡ്രിയാൻ ലൂണ ഇത്തവണ ഫ്ലോപ്പ് അല്ലേ? അഡ്രിയാൻ ലൂണ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ലൂണയെ ഈ ഒരു കാര്യത്തിലൂടെ കൂടിയിട്ട് തന്നെ ഒന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ലൂണ ഇക്കൊല്ലം കൂടി കൂട്ടിയിട്ട് ഏകദേശം 4 സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ശരിക്കും ഈ സീസണിലാണ് ലൂണ ഒരു പരാജയമാണോ എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. 75 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഈ ഒരു താരം. അതിൽ തന്നെ 14ഓളം ഗോളുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കണക്കിലാണ്. ഇനി ഏതായാലും നമുക്ക് പഴയ ഒരു സീസണിലേക്ക്, അതായത് 2021-22 സീസണിലേക്ക് പോവാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണ ജോയിൻ ചെയ്ത ആ ഒരു സീസണാണ് അത്. ഏകദേശം 23 മത്സരങ്ങളാണ് അഡ്രിയാൻ ലൂണ കളിച്ചിട്ടുള്ളത്. 1968 മിനിറ്റോളം അഡ്രിയാൻ ലൂണ ഗ്രൗണ്ടിൽ പന്ത് തട്ടിയിട്ടുണ്ട്. 7 ഗോളുകളും 6 അസിസ്റ്റുകളുമായിരുന്നു ആ ഒരു സീസണിൽ ലൂണയുടെ സംഭാവന എന്ന് പറയുന്നത്. 633 സക്സസ്ഫുൾ പാസുകളുണ്ട്. അതുപോലെ 53 ചാൻസ് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. 13ഓളം സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളും ഈ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 യെല്ലോ കാർഡ് മാത്രം കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ സൂചന എന്ന് പറയുന്നത് ഭയങ്കര ഡിസിപ്ലിനായിട്ട് കളിച്ചിരുന്ന ഒരു കളിക്കാരൻ കൂടെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റനായിരുന്ന അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. ഗോളുകൾ തന്നെ ആരാധകരെ ത്രില്ലടിപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രക്കും വിട്ടു നിന്നും ഒരുപാട് യാർഡ് അകലിൽ നിന്നും ഒരുപാട് സുന്ദരമായിട്ടുള്ള ഗോളുകൾ അഡ്രിയാൻ ലൂണയുടെ കാലിൽ നിന്നും വരുന്നത് കണ്ടു. അതിലേറെ സുന്ദരമായിട്ടുള്ള അസിസ്റ്റുകൾ വരുന്നത് കണ്ടു. ആരാധകരെ മൊത്തമായിട്ടൊന്ന് ത്രില്ലടിപ്പിച്ചിരുന്ന ഒരു ലൂണയായിരുന്നു 2021-22 സീസണിൽ നമ്മൾ കണ്ടിരുന്നത്. ചില അവസരങ്ങളിൽ ടീമിനെ മൊത്തമായും താങ്ങി നിർത്തുന്ന ഒരു ലൂണയെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം കൂടെ കളിക്കുന്നവരുടെ പ്രകടനമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം പെരേര ഡയസ് 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആ ഒരു സീസണിൽ. അൽവാറോ വാസ്കസ് ഏകദേശം 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. സോ ഒരു താരത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ ആവശ്യമുള്ള താരത്തിലേക്ക് നമ്മുടെ ആരാധകർക്ക് ഒരുപാട് കാര്യങ്ങൾ നീട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു അത്. കാരണം നമുക്ക് അൽവാറോ വാസ്കിസിനെയും അതുപോലെ പെരേര ഡയസിനെയും ഇനി അതുപോലെ അഡ്രിയാൻ ലൂണയെയും അതിനപ്പുറം നമ്മുടെ മിഡ്ഫീൽഡ് കളിക്കുന്ന സഹലുണ്ട്. ഇങ്ങനെ ഒരുപാട് താരങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കി കാണേണ്ട ഒരു അവസരം തന്നെയായിരുന്നു. ഒരിക്കലും അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സീസൺ അല്ലായിരുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. ഇതേ കാര്യം തന്നെയായിരുന്നു നമ്മുടെ കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിനും അതുപോലെ മാനേജ്മെൻറ്റിനും ടീമിനും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതായത് ഒരു താരത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു കളിശൈലി ഈ ഒരു ടീമിന് ഉണ്ടായിരുന്നില്ല ആ ഒരു സീസണിൽ എന്ന് പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പന്ത് എങ്ങനെ മുമ്പോട്ട് നീട്ടിക്കൊടുത്താലും ഗോള് കണ്ടെത്താൻ പറ്റുന്ന മികവുറ്റ സ്ട്രൈക്കർമാർ, 2 ഫോർവേഡുമാർ താരങ്ങളായിട്ടുള്ള 2 താരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു സീസണിലെ കാര്യം എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതും. ഈ സമയം അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത് ഒരു ഫ്രീ മാനാണ്. അതാണ് ഇവാൻ വുക്കോമനോവിച്ച് നടത്തിയെടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പോരാത്തിന് നമുക്കറിയാം മിഡ്ഫീൽഡിലെ ആധിപത്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സീസണിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് തന്നെയാണ്. DMF റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരും അതുപോലെ തന്നെ നമുക്ക് CMF റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ജീക്സൺ സിംഗ് ആയാലും അതുപോലെ തന്നെ സഹൽ അബ്ദുസമദ് ആയാലും അഡ്രിയാൻ ലൂണയോടൊപ്പം കളിക്കുമ്പോൾ വാട്ട് എ ടീം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കളിശൈലി തന്നെ നമുക്ക് കാഴ്ച വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ലൂണയെ സംബന്ധിച്ചിടത്തോളം ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ പോലെ, ഒരു മാണിക്യത്തെ പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തെ കിട്ടിയിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കോ അതല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു കിടിലൻ താരമായിരുന്നു. എന്നാൽ ഇതേപോലെ 2022-23 സീസണിലേക്ക് കടന്നു വരുന്നു. ഇവിടെയും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലേ ഓഫ് സാധ്യത മാത്രമാണ് തുറന്നു തന്നിട്ടുള്ളത്. പിന്നീട് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സീസൺ കൂടെയാണ് 2022-23 എന്ന് പറയുന്ന ഒരു സീസൺ. ഈ സീസണിൽ നമുക്ക് അഡ്രിയാൻ ലൂണയുടെ പോരായ്മ ഒന്നും തന്നെ എടുത്തു പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ചില പോയിന്റുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ ആരാധകരെ കുറച്ചുകൂടെ പിന്നോട്ട് അടിപ്പിക്കുന്നത്. ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, അതായത് ടീമിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അൽവാറോ വാസ്കിസ് അതുപോലെ പെരേര ഡയസിനെ പോലെയുള്ള താരങ്ങൾ ഇല്ല എന്നുള്ളതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഇതിന് പകരമായിട്ട് വരുന്നത് അപ്പോസ്തലസ് ജിയാനു അതുപോലെ
ദിമിത്രിയോസ് ദിയമന്തക്കോസ് എന്ന് പറയുന്ന രണ്ട് താരങ്ങളാണ്. ഇതിൽ തന്നെ ദിമിത്രിയോസ് ഏകദേശം 10 ഗോളുകളാണ് സീസണിൽ അടിച്ചിട്ടുള്ളത്. ജിയാനുവിനെ സംബന്ധിച്ചിടത്തോളം 2 ഗോളുകളാണ് ടീമിന് വേണ്ടി അദ്ദേഹത്തിന് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത്. വൻ പരാജയമായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണ് ആ ഒരു സൈനിങ് പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെ ദിമിത്രിയോസ് ആൻഡ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഒരു കോംബോ ഉയർന്നു വരുന്നതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ദിമി ലൂണ എന്ന് പറയുന്ന ഒരു കോംബോ ഉയർന്നു വരുന്നത്. നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായെന്ന് പറയുമ്പോൾ അൽവാറോ വാസ്കിസ് ആൻഡ് പെരേര ഡയസ് ഇതുപോലെയുള്ള ഫോർവേഡ് കോംബോകൾ, അതായത് സ്ട്രൈക്കേഴ്സ് വെച്ചിട്ടുള്ള കോംബോകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതായത് അഡ്രിയാൻ ലൂണ ഒരു മിഡ്ഫീൽഡറാണ്, അതുപോലെ തന്നെ ദിമിത്രിയോസ് ദിയമന്തക്കോസ് ഒരു ഫോർവേഡുമാണ്. അങ്ങനെ ഈ ഒരു കോംബോ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അഡ്രിയാൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം 6 അസിസ്റ്റുകളും 4 ഗോളുകളും സീസണിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലസ് ജിയാനു എന്ന് പറയുന്ന സ്ട്രൈക്കറേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ചെലുത്തിയത് മിഡ്ഫീൽഡർ ആയിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ തന്നെയാണ് എന്ന് വേണം പറയാൻ. ഏകദേശം 20 മാച്ചുകൾ മാത്രം കളിച്ചിട്ടുള്ള അഡ്രിയാൻ ലൂണ 1825 മിനിറ്റാണ് ഈ ഒരു സീസണിൽ പന്ത് തട്ടിയത്. 77% പാസിംഗ് ആക്യുറസി ഈ ഒരു സീസണിൽ ലൂണക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുമാണ് ഒരു ഡിപ്പെൻഡിങ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദിമിത്രിയോസിലേക്കും ലൂണയിലേക്കും മാത്രമായി തിരിയുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഈ സീസൺ മുതൽ. പിന്നെ അഡ്രിയാൻ ലൂണ ഇത്രമേൽ ടോപ്പ് പെർഫോമൻസ് എടുത്തു കാട്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീക്സൺ സിംഗും അതുപോലെ സഹൽ അബ്ദുൽ സമദും അവിടെ മിഡ്ഫീൽഡിലെ പെർഫോമിംഗ് തന്നെയാണ്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് അഡ്രിയാൻ ലൂണയെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിരുന്ന ഇവാൻ വുക്കോമനോവിച്ചിന് സാധിച്ചിരുന്നു. ബട്ട് ചില വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സീസൺ കടന്നുപോയി എന്നുള്ളതാണ്. ഇതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ലൂണ ഒരിക്കലും മങ്ങി കളിച്ചിട്ടുള്ളൊരു താരമല്ല, ബട്ട് സ്റ്റിൽ ഡിപ്പെൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാന പോയിന്റ്. അതൊന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് 2023-22 സീസണിലേക്ക് വരാം. ആകെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൂഞ്ചിയിട്ടുള്ള ഒരു സീസണാണ് 2023-22 എന്ന് പറയുന്ന സീസൺ. ഇവിടെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ സഹൽ അബ്ദുൽ സമദിനെ പോലെയുള്ള താരങ്ങളെ പുറത്തേക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ സൈൻ ചെയ്തെടുത്തത് ഒരു ഡിഫെൻസീവ് താരത്തെയാണ്, പ്രീതം കോട്ടാലെ. അതുപോലെ സ്വാപ്പ് ഡീൽ, അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ സഹലിൻ്റെ പകരം ഇവിടെ നമുക്ക് വലിയ പ്രതീക്ഷകൾ തന്നെ വിപിൻ മോഹൻ എന്ന് പറയുന്ന മലയാളി താരം. തുടക്കത്തിൽ തന്നെ പരിക്കും കാരണം നമുക്ക് ആ ഒരു താരത്തിൻ്റെ ആ ഒരു അഭാവം തീർച്ചയായിട്ടും അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇതുപോലെ തന്നെ ലൂണയും ആദ്യം പരിക്ക് അലട്ടിയിരുന്നു എന്നുള്ളതാണ്. സോ ലൂണയുടെ പരിക്ക് വെറും 10 മാച്ച് ആക്കിയിട്ട് ഈ ഒരു സീസണിൽ കളിക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹത്തിന് നൽകിയത്. അതായത് വെറും 10 മത്സരങ്ങൾ മാത്രമാണ് ലൂണ ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ 3 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സീസൺ മുതലാണ് ഒരു ഡിപ്പെൻഡിങ് ഗെയിം വരുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ലൂണ പോയപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ദിമിത്രിയോസ് ദിയമന്തക്കോസിലേക്ക് ഒരു ഡിപ്പെൻഡിങ് ഗെയിം കൊടുക്കുന്നു. സോ ദിമിക്കും പരിക്ക് പറ്റുന്നു. പരിക്കുകൾ കൊണ്ട് അലട്ടിയിരുന്ന ഒരു സീസണായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിപ്പെൻഡിങ് ഇപ്പോൾ ലൂണയെയും അതുപോലെ ദിമിയെയും മിസ്സായപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷകളും കാര്യങ്ങളും അസ്തമിക്കാനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് അഡ്രിയാൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ ഫ്ലോപ്പ് അല്ല, ബട്ട് അദ്ദേഹത്തിൻ്റെ ഗോളുകളും കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ 10 മത്സരത്തിൽ നിന്നും ഒരു താരത്തിന് കരസ്ഥമാക്കാൻ പറ്റുന്ന, ഒരു മിഡ്ഫീൽഡ് താരത്തിന് കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സീസൺ, അതായത് ഈ സീസൺ 2024-25 സീസൺ. 22 മത്സരങ്ങളാണ് അഡ്രിയാൻ ലൂണ ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത്. 0 ഗോളുകളാണ് ഈ സീസണിൽ നേടിയിട്ടുള്ളത്. 6 അസിസ്റ്റുകളാണ് ഈ സീസണിൽ അഡ്രിയാൻ ലൂണയുടെ സംഭാവന എന്ന് പറയുന്നത്. മധ്യനിരയിലെ ഒരു പ്രശ്നം വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സീസണാണ് ഇത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോപ്പായിട്ടുള്ള DMFO ഒരു CMFO ഇല്ലായിരുന്നു. നമുക്ക് സൈൻ ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ അലക്സാൻഡ്രോ കൊയ്ഫിനെ പോലെയുള്ള താരങ്ങൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൊരു പെർഫോമൻസ് മധ്യനിരയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഉണ്ടായിരുന്നത് വിപിൻ മോഹനൻ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രെഡി, ഇവരെ പോലെയുള്ള മധ്യനിരയിലെ താരങ്ങളാണ്. ബട്ട് ഇവരെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിപിൻ്റെ അടുത്ത് നിന്നും നമുക്ക് നല്ല കളികൾ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഡാനിഷ് ഫാറൂഖ് ആയാലും ഫ്രെഡി ആയാലും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് മാത്രമാണ് കാഴ്ചവെച്ചത്. ഇതേ സമയം അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 സീസണിലും ഒരു ഫ്രീ മാനായിട്ട് കളിക്കുന്ന റോള് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി. ഈ സീസണിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ കോച്ചിനെ ചേഞ്ച് ചെയ്തതാണ്. നമുക്ക് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് അഡ്രിയാൻ ലൂണയുടെ അതേ മനോഭാവം തിരിച്ചറിയുന്ന ഒരു കോച്ചിനെ കിട്ടിയിട്ടില്ല. ഇവാൻ വുക്കോമനോവിച്ചിനെ ചേഞ്ച് ചെയ്തത് ഈ സീസണിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് കണക്കാക്കപ്പെടേണ്ടി വരും. അദ്ദേഹത്തിന് ട്രോഫി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊണ്ടുവന്നതാവട്ടെ ഒരു വേർട്ടിക്കൽ ഗെയിമിംഗ് പ്ലാനിങ് കൊണ്ടുവരുന്ന ഒരു കോച്ചിനെ.
ഈ ഒരു ഗെയിം കൊണ്ട് തന്നെ ചില മത്സരങ്ങളിൽ ഒരിക്കലും നമുക്ക് അഡ്രിയാൻ ലൂണയെ കാണാനായിട്ട് സാധിച്ചില്ല. ചില മത്സരങ്ങളിൽ മടങ്ങി വന്ന ലൂണയെ കാണാനായിട്ട് സാധിച്ചെങ്കിലും ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച ലൂണയിൽ നിന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വെർട്ടിക്കൽ ഗെയിമിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഡിഫൻസ് നിരയിൽ നിന്നും നേരെ പന്ത് മുന്നേറ്റ നിരയിലേക്ക് നീട്ടിക്കൊടുക്കുന്ന ഒരു ശൈലിയാണ് ഉണ്ടായിരുന്നത്. അതിന് പറ്റിയ താരങ്ങളായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത്, അതായത് മിക്കാൽ സ്റ്റേറസ് സെലക്ട് ചെയ്തിരുന്നത് നമ്മുടെ നോഹ സദോയെ പോലെയുള്ള താരങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ മധ്യനിരയിലെ ഒരു വിടവ്, അതല്ലെങ്കിൽ മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പാടെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് കാരണമാണ്, അദ്ദേഹം ടീം വിട്ടു പോയതിന് ശേഷം ഡാനിഷ് ഫാറൂഖ്, അതുപോലെ നമ്മുടെ വിപിൻ മോഹനൻ, അഡ്രിയാൻ ലൂണ ഇവരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്തായിട്ടില്ല, ആ ഒരു പഴയ രീതിക്ക് നമുക്ക് നമ്മളുടെ ടീമിനെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് വ്യക്തമാണ്, അതായത് ഡിപ്പെൻഡിങ് ഗെയിം. ലൂണയെ സംബന്ധിച്ചിടത്തോളം ലൂണയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു സമയം, ലൂണയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയിരുന്ന പല സീസണുകളും ഉണ്ടായിരുന്നു. അത് ഈ സീസണിലേക്കും കടന്നു വരുന്നു. ബട്ട് ലൂണയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഈ വെർട്ടിക്കൽ ഗെയിം, അതല്ലെങ്കിൽ ഈ ഒരു ഗെയിമിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ കളിക്കളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആരാധകർ ആ ഒരു ഡിപ്പെൻഡിങ് ഗെയിമിൻ്റെ ആ ഒരു വികാരം പ്രമാണിച്ച് ലൂണയെ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്നു. ഇതേ മെൻറ്റാലിറ്റി കൊണ്ട് തന്നെ നടക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഗോളിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ 6 അസിസ്റ്റുകൾ ഈ സീസണിൽ ലൂണ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 55ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ ലൂണ 2ാം സ്ഥാനത്താണ് ഉള്ളത്. ലൂണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലോപ്പ് സീസൺ എന്ന് പറയുന്ന രീതിയിലല്ല ഈ സീസൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കളിക്കുന്ന ശൈലിയിൽ മരണക്കളി കളിച്ചിട്ടുണ്ട്. ഓരോ കളികളിലും നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് തൻ്റെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഈ ഒരു താരം. മരിച്ച് കളിക്കുന്ന ചില കളിശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് കൂടെ കളിക്കാനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ സീസണിൽ നമുക്ക് അൽവാറോ വാസ്കസിനെ, പെരേര ഡയസിനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ലൂണ പന്ത് നീട്ടിക്കൊടുത്താൽ ഗോൾ അടിക്കാൻ പറ്റിയ താരങ്ങൾ. പിന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസും അത്യാവശ്യം പ്രശ്നമില്ലാത്ത താരമായിരുന്നു. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീസ സിമിനിയസും കുഴപ്പമില്ല. പക്ഷേ ഹീസ സിമിനിയസിലേക്ക് വന്നിട്ടുള്ള പന്തുകളൊക്കെ നിങ്ങൾ നോക്കുക, ഒരു വെർട്ടിക്കൽ ഗെയിമാണ്. അതായത് നോഹ സദോയ് എന്ന് പറയുന്ന താരം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും വരുന്ന പന്തുകളാണ്. സെൻറ്ററിലൂടെയുള്ള മുന്നേറ്റങ്ങൾക്ക് അവിടെ വലിയ പ്രശസ്തിയോ സ്ഥാനമോ ഒരിക്കലും മിക്കായിൽ സ്റ്റേർ എന്ന് പറയുന്ന കോച്ച് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെർട്ടിക്കൽ ഗെയിം മുതലാക്കാൻ വേണ്ടിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ പരിശീലനങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ചെയ്തു തുടങ്ങി. ബട്ട് ലൂണയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മിസ്സായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ ഒരു പഴയ ലൂണയെ കാണാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള ഒരുപാട് ടാഗ് ലൈനുകളും കാര്യങ്ങളും വന്നു തുടങ്ങി. ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ഡിപ്പെൻഡിങ് മെൻറ്റാലിറ്റി ഇവിടെയും കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറയാനുള്ളത്, ലൂണ ഒരിക്കലും ഫോം ഔട്ട് അല്ല. ബട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ടീം തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം ആയിക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആയിട്ടുണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതുപോലെയുള്ള ഒരു മാനേജ്മെൻറ്റ് പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് താരങ്ങൾ പോലും ഇല്ലാത്തൊരു സമയത്ത്, അതല്ലെങ്കിൽ താരങ്ങളെ പോലും കൊണ്ടുവരുന്നില്ല, അങ്ങനത്തെ ഒരു സമയത്ത് അദ്ദേഹത്തിന് പോകുന്നതായിരിക്കും ബെറ്റർ. സോ എന്തായാലും ഒരു കൂട്ട ഒഴിപ്പിക്കലിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.